ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. ഇത് ബ്രിസ്റ്റോ ബായ്, നാസിക. ഹായ് ബ്രോ, പേരെന്തായിരുന്നു? അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ സാറിൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. സോ ക്യാപ്റ്റൻ സാർ, ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പം ഇവിടുന്ന് പയ്യെ കണ്ണൂർ അപ്പുറം വരെ പോവുകയാണ്, നമ്മുടെ ഒരു കസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് മോസ്റ്റ് പ്രോബബിളി നെക്സ്റ്റ് ഡേ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ഫസ്റ്റ് ടൈമാണ് ഡ്രൈവ് ഇൻ ബീച്ചിലേക്ക് പോകുന്നത്. ഇവിടെ കണ്ണൂർ പോകുന്ന സൈഡിൽ തന്നെയാണ്. അപ്പം ഇതെന്താണ് സംഭവം, ഈ വണ്ടി ബീച്ചിൽ കൂടെ ഓടിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നേക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഡ്രൈവ് ഇൻ ബീച്ചിൽ വന്നിട്ടുണ്ട്. കൊള്ളാം, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മോട്ടോർ സൈക്കിളൊക്കെ ആയിട്ട് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഇവിടെ കാർ കൊണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് ഭയങ്കര അഭ്യാസവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സോ എനിവേ ബൈക്ക് ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈ ഒരു ഓഷ്യൻ കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു വൈബാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൊമെൻ്റ് പോലെ എനിക്ക് തോന്നുന്നു. കണ്ണൂരിൽ നിന്ന് പയ്യെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലാണുള്ളത്. പയ്യെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബൈക്കിലെല്ലാ കാര്യങ്ങളും സ്റ്റാക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടുന്ന് മാംഗ്ലൂരും ഉടുപ്പിയൊക്കെ കൂടി ഗോകർണ പോകാനുള്ള പ്ലാനാണ്. സർവീസ് ഇപ്പം ഫുള്ള് കംപ്ലീറ്റ് ഒരു ഇയറിൽ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കൊരു 14 അടുത്ത് വരുന്നുണ്ട്. നോർമൽ രീതിയിൽ സർവീസൊക്കെ ഒരു 5 രൂപ. റോട്ടിലൊരു കയറ് കിടക്കുന്നതാണാവോ? ഒരു കാരണവശാലും നിങ്ങളുടെ ടയറത്തെ കയറാൻ പാടില്ല കേട്ടോ. കയറി കഴിഞ്ഞാൽ വണ്ടി പാടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ കുറച്ച് ഓഫ് റോഡ് ഇപ്പം കളിച്ചു, എനിക്ക് നല്ലൊരു പാഠമായിരുന്നു. എന്നാലും വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്യൂവൽ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ഫ്യൂവലിന് കോസ്റ്റ് പെർ ലിറ്ററിന് 102.09 ആണ്. ഫ്രണ്ട്സ്, നമുക്ക് ഗോർണ എത്താനൊരു 30 കിലോമീറ്റേഴ്സിനേ ഉള്ളൂ. ഞാൻ കുറച്ച് നല്ലൊരു റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് വെള്ളം പിടിച്ച് സെറ്റായി. ഗോർണ ഇനിയിപ്പോൾ ഒരു 8 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ. ഞാനപ്പം ജസ്റ്റ് ഒന്ന് ഫ്യൂവൽ അങ്ങ് ചെയ്തിട്ടു. ഇവിടെ 104 ഓളം വരുന്നുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു 2 rupees ചേഞ്ച് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിലെല്ലാം എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സ്റ്റേ അവർ പാർക്കിങ് കൊടുക്കുന്നില്ല. സോ ഫ്രണ്ട്സ്, നമ്മൾ ഗോകർണ എല്ലാം കണ്ടു, മെയിൻ ബീച്ച് കണ്ടു, ഓം ബീച്ച് ഫ്രം എ ഗ്ലാൻസ് കണ്ടു. ഞാൻ അവിടെ അടുത്ത് വരെ പോയില്ല, കാരണം ഭയങ്കരമായിട്ടുള്ള തിരക്കാണ്, അടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വേറെ ഒരു ലൊക്കേഷനിൽ ഞാൻ ഓം ബീച്ചിൻ്റെ ഒരു എക്സാക്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. സോ ഐ തിങ്ക് വിൽ ഹെഡ് ഔട്ട് ഫ്രം ഹിയർ. ഗോവർണയിൽ ഇന്ന് സ്റ്റേ വേണ്ടാന്ന് നോക്കിയാണ്. നമുക്ക് ഓൺ ദ വേ ടു ഹംപി ഏതെങ്കിലും ഒരു സ്റ്റേ നോക്കാം. അതാണ് ഇന്നത്തെ പ്ലാൻ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഗോവർണയിൽ നിന്ന് ഹുബ്ലി പോകുന്ന റൂട്ടിലാണ് ഇപ്പം നിൽക്കുന്ന. ഈ ഒരു കംപ്ലീറ്റ് 100 കിലോമീറ്റേഴ്സിൻ്റെ സ്ട്രെച്ച് നേരെ ഹുബ്ലിയിലേക്കാണ്. മൊത്തത്തിലൊരു കാട് പോലത്തെ ഒരു സ്ഥലമാണ്. സ്റ്റേറ്റ് ഹൈവേ 143 നിന്ന് തിരിഞ്ഞാണ് ഞാൻ വന്നത്. ഇതിപ്പം കാണിക്കുന്നത് ഹുബ്ലി കർവാര റോഡ്, KARWAR, ഹുബ്ലി കർവാര റോഡ്. ഈ റോഡാണ് 100 കിലോമീറ്റേഴ്സ് ഉള്ളത്. സോ നൈറ്റ് കുറച്ച് നൈറ്റായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും സെറ്റപ്സും ഫോഗും എല്ലാം ഒന്ന് ടേൺ ഓൺ ചെയ്യണം. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷായി. ഇനി വി ആർ ഹെഡിങ് സ്ട്രെയിറ്റ് ടു ഹുബ്ലി. ആൻഡ് ഇഫ് എവറിത്തിങ് ലുക്സ് ഓക്കെ ദെൻ മേ ബി ഹംപി വരെ പോകും, അല്ലെങ്കിൽ ഞാൻ ഹുബ്ലി സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണെങ്കിലും പോകാനാണ് പ്ലാൻ. സോ സീ ഓൺ ദ വേ ഗൈസ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ പിൻലോക്ക് അങ്ങ് ഊരിക്കളഞ്ഞു, കാരണം റിഫ്ലക്ഷൻസും കാര്യങ്ങളും ലൈറ്റിൻ്റെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫോഗിൻ്റെ കവറും കാര്യങ്ങളെല്ലാം ഊരി ഇത്രയും കാര്യം പാക്ക് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഈ ഫോഗ് ഒന്ന് ഓണാക്കി കാണിക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പം ഈ വണ്ടിയുടെ ഡിമ്മിലാണ് കിടക്കുന്നത്, ഇത് ബ്രൈറ്റ്. ഞാൻ ഈ വണ്ടികളൊക്കെ ഉണ്ടായിക്കോട്ടെ, ഞാൻ ജസ്റ്റ് എൻ്റെ ഫോഗ് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. വെയിറ്റ് ഫോർ ഇറ്റ്. അത് വണ്ടിയുടെ ഇതാണ് എൻ്റെ ഫോഗ് ലൈറ്റ്. കണ്ടോ, ഇത്രയും വെളിച്ചമുണ്ട്. ഡോട്ട് ഫോഗ് വിത്ത് ഫോഗ്. യാ, സീ ഓൺ ദ വേ ഗൈസ്. ഹംപി ഇനിയൊരു 3 hours കൂടെ വേണ്ടി വരും. സോ ഇറ്റ് വിൽ ബി ലൈക്ക്
ഒരു 11 കഴിയുമ്പോഴാണ് എത്തുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫ്യൂവൽ പമ്പിൽ വല്ലതും ഒന്ന് കയറി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് അക്കോമഡേഷൻ ഒന്ന് വിളിച്ചു കഴിയണം. സോ ദാറ്റ്സ് എ പ്ലാൻ ഫോർ നൗ. സോ ഫൈനലി വി റീച്ച്ഡ് ഹുബ്ലി. പണിപ്പാളി ഗായ്സ്, ഹംപിയിൽ സ്റ്റേ നോക്കിയത് അത് ഫുള്ളായി, ഒരു രക്ഷയില്ല. അപ്പം ഹംപി പോക്ക് ഇന്ന് വേണ്ടാന്ന് തന്നെ വെക്കാനാണ് എൻ്റെ മൈൻഡിൽ. ഇനിയിപ്പോൾ ഹുബ്ലിയിൽ എവിടെയെങ്കിലും തങ്ങിയിട്ട് ബാക്കി പ്ലാൻസ് റെസ്റ്റ് എടുത്തിട്ട് സെറ്റ് ചെയ്യണം. ഷെല്ലിൻ്റെ ഒരു പമ്പ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. ഞാനിപ്പം ഹാഫ് ടാങ്ക് എടുത്തിട്ടുണ്ട്, ഇന്ന് ഫുള്ളാക്കിയിട്ടേക്കാൻ നോക്കുന്നു. ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചൊക്കെയായിരുന്നു. നമ്മളൊരു ഫൈനലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടൊന്ന് പോകണം, പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. ഹോപ്പ്ഫുള്ളി വിൽ സ്റ്റേ ദെയർ ഓൺലി ടുഡേ.